1 ആണെങ്കിൽ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. കാരണം നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ എ ഗ്രേറ്റർ ദാൻ 1 ആണ് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. 0-ന് 1-ന് ഇടയിലാണെങ്കിലോ 0-ന് 1-ന് ഇടയിലാണെങ്കിൽ അതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ് എ റേസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ? ഇത് നമുക്കറിയാം റാഷണൽ ഇൻക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ബേസ് കണ്ടീഷൻ ആണ് 2x - 3 ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പാരൻ്റ് കേസ് എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കേസ്. ഇനി ശരിക്കും ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതുമായിട്ട് നമ്മൾ ഈ സ്ക്വയർ ചെയ്യാൻ പോകും. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട സാധനം വെച്ചാൽ എക്സ് മൈനസ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആവണം. ദാറ്റ് മീൻസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആവണം. അങ്ങനെ ആവുന്ന സമയത്ത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ബിക്കോസ് പോസിറ്റീവ് നമ്പേഴ്സ് സ്ക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം സ്ക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 2x - 3 ദാറ്റ് ഇസ് ലെസ് ദാൻ എക്സ് മൈനസ് 3യുടെ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 3യുടെ ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് എന്ത് ചെയ്യുക? എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയിട്ട് ഇൻ്റർസെക്ട് ചെയ്യാൻ കിട്ടും. പിന്നെ കേസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് മൈനസ് 3 ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന സമയത്ത് എന്താ ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറേക്കാളും ചെറുതാണെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മണ്ടത്തരമാണ്. സോ നോ സൊല്യൂഷൻ ആണ്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ഇവിടെ നോ സൊല്യൂഷൻ. അപ്പോൾ 5 ആയിരിക്കും, എക്സ് ഇസ് ഇക്വൽ ടു 5 ആയിരിക്കും കിട്ടാൻ. ആ 5ഉം ഇതുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുക, എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുമോ? ഒരു കോമണും ഇല്ല. സോ ആ ഒരു കേസ് അങ്ങോട്ട് അപ്പടെ കട്ടായി പോയി. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം കിട്ടിയാൽ ആ രണ്ട് സാധനങ്ങളും എന്ത് ചെയ്യുക? യൂണിയൻ ചെയ്യുക. ഇവിടെ നിന്നിട്ട് 6 ഇൻഫിനിറ്റി തന്നെയാണ്. ഇതുമായിട്ട് യൂണിയൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് 5 ആണ്. അങ്ങനെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? നമ്മുടെ ഫസ്റ്റത്തെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കേസുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇതെങ്ങനെയാണ്? ഇതൊരു കാര്യം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1/2 ഹോൾ റൈസ് ടു 2x - 8 എന്ന് എഴുതാം. ഹോൾ റൈസ് ടു -1 വരും. 2നെ 1/2 ഹോൾ റൈസ് ടു -1 എന്ന രീതിയിൽ എഴുതിക്കൂടെ? എന്നിട്ട് ആ -ൻ്റെ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2x - 8 ആവും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ 1/2 എക്സ് റൈസ് ടു 4. എന്തായാലും 1/2 ആണല്ലോ അപ്പുറം ഇപ്പോൾ അത് കട്ടാക്കാൻ പറ്റും. പക്ഷേ ദാറ്റ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ, കാരണം അത് 0-ന് 1-ന് ഇടയില്ല. അപ്പം ഇനിക്വാളിറ്റി തിരിയും. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ -4x ലെസ് ദാൻ 8 - 2x. എന്നിട്ട് ഇവിടെ നമുക്കിനി സോൾവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ. mod x ഗ്രേറ്റർ ദാൻ -2 ദാറ്റ് ഇസ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. കാരണം mod x എപ്പോഴും 0 അല്ലെങ്കിൽ 0-നെക്കാളും വലുതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഒരു ട്രിക്കാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ എടുത്ത് നിരക്കനെ എഴുതുക. ഓരോന്ന് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് 0 എന്ന് അത് എഴുതി പോവാം. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനെ ഇൻക്രീസിങ് ഫംഗ്ഷനിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നോക്കിയത് ഇപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണുള്ളത്. അല്ല, ഇവനെ ഇങ്ങോട്ടേക്ക് മാറ്റണം. ദാറ്റ് മീൻസ് ഇങ്ങനെ വരണം. x + 3 പിന്നെ x + 2 പിന്നെ x + 1. കാരണം അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ തന്നെ എഴുതണം. പിന്നെ x - 1. ഇതാണ് ഇൻക്രീസ്. ഇനി നടുക്കുള്ള ആൾക്കാരാരാ? നടുക്കുള്ളത് ഇവനുമാണ്. അപ്പോൾ ഇവൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ -2ഉം പിന്നെ ഇവൻ്റെ റൂട്ട് -1. അപ്പോൾ -2-ലും 1-ലുമാണ് എന്ത്? എക്സിൻ്റെ മിനിമം വാല്യൂ ഉള്ളത്. അപ്പോൾ -2 -1 എന്തുകൊണ്ട് ഇട്ട് കൊടുക്കുക ഈ പറഞ്ഞ ഫംഗ്ഷനിൽ? അന്നേരം കിട്ടുന്ന വാല്യൂ ആണ് ഏറ്റവും വലിയ മിനിമം വാല്യൂ. ഓക്കെ, അതേപോലെ സിമിലർലി ഇതും ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ എന്താണ്? ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ്, ഇതെപ്പോഴും 0 ആവുക. ഒന്നാമത്തെ കാര്യം x 1 ആകുമ്പോഴാണ് ഇത് 0 ആവുന്നത്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ഇവ രണ്ടാളും പോസിറ്റീവ് സ്ക്വയർസ് ആണുള്ളത്. x 2 ആകുമ്പോഴാണ് 0 ആവുന്നത്. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തിട്ട് 0 ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദീസ് 2 പോസിറ്റീവ് നമ്പർ ഷുഡ് ഓൾസോ ബിക്കം 0. ഇയാൾ 2-ൽ 0 ഇയാൾ 1-ൽ 0 ആവുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് എക്സസിലാണ് 0 ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രത്യേകിച്ച് ഒരു നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ആണെങ്കിലോ, ഇവിടെ x 5-ലാണ് 0 ആവാൻ. രണ്ടുപേരും ആഡ് ചെയ്ത് 0 ആവുന്നുണ്ട്. x 5-ൽ 0 ആവുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റും y - 3 ഉണ്ട്, y - 2 ഉണ്ട്. അപ്പോൾ ഇവിടെ yക്ക് ഒന്നെങ്കിൽ 3 ആവാം, 2 ആവാം. അപ്പോൾ 0 ആവും. ദാറ്റ് മീൻസ് x + y എന്ന് പറഞ്ഞാൽ ഐദർ 5 + 3 ദാറ്റ് ഈസ് 8 ആവാം, അല്ലെങ്കിൽ 5 + 2 ദാറ്റ് ഈസ് 7 ആവാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെന്താ ഇതിൻ്റെ ഗ്രാഫ് വരക്കൽ പരിപാടീസ്. അപ്പോൾ നമുക്ക് ഒരു മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഈ നമ്പർ ലൈൻ വരക്കുക. നമ്പർ ലൈൻ എഴുതാം. ഇവിടെ ഇത് റൂട്ട്സ് 1 4 ദാറ്റ്സ് ദ റൂട്ട്സ് 1 4. 4-നേക്കാളും വലുതാണെങ്കിൽ രണ്ട് ടേമും പോസിറ്റീവാണ്. 4-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ ഇവൻ നെഗറ്റീവ് ആയിരിക്കും, എന്നാൽ ഇവൻ പോസിറ്റീവാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതേപോലെ 1-നേക്കാളും ബാക്കോട്ടിക്കൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്പർ ലൈനിൽ അന്നേരം രണ്ടുപേരും നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ രണ്ടുപേരും നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഓരോ കേസും f(x) 4 എന്താ x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4, അന്നേരം x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടി വരും. -x + 4 അപ്പം കിട്ടും 3 ആണെന്ന് കിട്ടും. പിന്നെ 1-ൻ്റെയും 4-ൻ്റെയും ഇടയിൽ ഇവൻ പോസിറ്റീവ്, ദാറ്റ് മീൻസ് x - 1. ഇവൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് എക്സ്ട്രാ വന്നപ്പോൾ പോസിറ്റീവായി. x - 4 2x - 5.
അപ്പം അത് കിട്ടിയിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 രണ്ടുപേരും നെഗറ്റീവ്, ദാറ്റ് മീൻസ് മൈനസ് എക്സ് മൈനസ് അല്ല പ്ലസ് 1 പ്ലസ് എക്സ് മൈനസ് 4 എക്സ് ക്യാൻസലായി അങ്ങനെ കിട്ടും 3 എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ, -3 എന്നുള്ള കാര്യം കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ ആദ്യം എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ 1 എന്താണ് -3 ആണ്. അപ്പം എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പം ഇവിടെ ഇതാണ് 1 -3 കിട്ടും, റൈറ്റ്. ഇനി 2 പോയിൻറ്റ്സ് മതി ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഞാൻ എന്താണ് എക്സ് ലെസ് ദാൻ, അപ്പോൾ 0 -3 ആണല്ലോ, അപ്പോൾ 2 നീട്ടി വരച്ച്. ഓക്കെ, ഇനി 1ൻ്റെയും 4ൻ്റെ ഇടയിൽ 1ൻ്റെയും 4ൻ്റെ ഇടയിൽ എനിക്ക് 2 പോയിൻറ്റ്സ് മതി. ഞാൻ ആദ്യം 1 കൊടുക്കും, എക്സ് 1 കൊടുക്കും. എക്സ് 1 എത്ര 2 × 1 ദാറ്റ്സ് -3. സോ എക്സ് 1 -3 ആണ് വരുന്നത്. ഇനി എക്സ് 4 4 ഇട്ട് കൊടുക്കുക, അപ്പോൾ 8 - 3 ദാറ്റ് 3 +3. അപ്പോൾ 4 3 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വരക്കുക, നേരെ വരക്കുക. ഇനി 4ന് ശേഷം ഒരു പോയിൻറ്റ് 4 തന്നെ എടുത്ത് കൊടുക്കുക. 4 3 ആണ് വരുന്നത്, സോ 3 കറക്റ്റ് ഉൾപ്പെടുത്താം. നേരത്തെ ഇങ്ങനെ ഡോട്ടാണ് വരുന്നത്, ഇപ്പം 3 ഇവിടെ കറക്റ്റ് വരുന്നതുകൊണ്ട് 3 ഉൾപ്പെടുത്തി. പിന്നെ 4ന് ശേഷം ഒരു നമ്പർ എക്സ് 5, 5ലും 3 തന്നെയല്ലേ വരിക, പിന്നെ 3 നേരെ വരച്ചു, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനനുസരിച്ച് ഓരോ ചോദ്യത്തിനനുസരിച്ചിട്ട് വളരെ ഫോർ വിച്ച് ഇക്വേഷൻ ഹാവ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് മുതൽ ഇടം വരിക -∞ മുതൽ -3 യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ആദ്യം കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ടി സോൾവ് ചെയ്യാം. ടി സോൾവ് ചെയ്യാൻ മീൻസ് ഈ മോഡെക്സിന് ഞാൻ കംപ്ലീറ്റ് മോഡെക്സിന് ടി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ t² ആയിട്ട് വിളിക്കാം. ദാറ്റ് മീൻസ് ഞാൻ അതിൻ്റെ ടി വിളിച്ചു, അങ്ങനെ ഈ പറഞ്ഞ ഫംഗ്ഷൻ കിട്ടി. ഈ പറഞ്ഞ ഫംഗ്ഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ t-√3 എന്നിട്ട് നമുക്ക് കിട്ടി ടിയുടെ വാല്യൂ ഇവിടെ മുതൽ ഇവിടം വരെ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ടി എന്ന് പറഞ്ഞാൽ ആരെയായിട്ട് മോഡെക്സ് ആയിരുന്നു. സോ മോഡെക്സ് ദാറ്റ് ഈസ് -3നേക്കാളും നല്ല 7 + √3/2 ചെറുതാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇനിക്വാളിറ്റി ഇവിടെ എഴുതി. ഓക്കെ, എന്നിട്ടോ ഈ ഒരു ഇത് സോൾവ് ചെയ്ത് പിന്നെ ഇത് സോൾവ് ചെയ്ത്. ഓക്കെ, അത് രണ്ടും സോൾവ് ചെയ്തപ്പോൾ ഇതാണ് 1.7. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് അപ്രോക്സിമേറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ എക്സ് ഈ ഒരു റേഞ്ച് കിട്ടി, ഈ ഒരു റേഞ്ച് കിട്ടി. രണ്ടും എന്ത് ചെയ്യണം, ഇൻ്റർസെക്റ്റ് ആണ് യൂണിയൻ ചെയ്യേണ്ടത്. ഇത് രണ്ടുമാണ് ഇനിക്വാളിറ്റി, ഡബിൾ ഇനിക്വാളിറ്റി. അപ്പോൾ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം. രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എന്താണ്? പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ഇൻറ്റീജേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. രണ്ടൊരു കോമൺ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് എടുത്ത് ഇവിടെ എഴുതാം. സോറി പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് കിട്ടിയ ഫൈനൽ ആൻസറാണ് ഇത്. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മേ ബി ഈ ഒരു ഏരിയയിൽ ഇൻ്റർസെക്ഷൻ വരും, പിന്നെ ഈ ഏരിയയിൽ ഇൻ്റർസെക്ഷൻ വരും. അങ്ങനെയാണ് ഈ 2 യൂണിയൻസ് വന്നത്, ഇതുവാവാം എന്നുള്ളത് ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ കിട്ടുക. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും കൂട്ടി ചേർന്നിട്ടുള്ള ആൻസേഴ്സാണ് ഇവിടെ. ഓക്കെ, അത് നമുക്ക് അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലത്തെ ടീൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലത്തെ സാധനം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഓർ കൊടുത്തിട്ടുണ്ട് എക്സ് ബിലോങ്സ് ടു ഈ ഏരിയയിലാണ്. അപ്പോൾ ഇയാളാണ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാൻഡ് ഫാദർ കേസാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, അത് ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ അതിനെ നമുക്ക് നോക്കാം. നമ്മൾ എന്ത് നമ്പർ ലൈൻ വരക്കാം. നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ റൂട്ട്സ് കിട്ടുന്നത്? 0 ഉണ്ട്, പിന്നെ -3 ഉണ്ട്. ഓക്കെ, 0-നേക്കാളും വലുതാണെങ്കിൽ രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ 2 ടേംസ് പോസിറ്റീവാണ്. ഈ ടേമിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ഇത്. ഓക്കെ, 0യുടെ -3യുടെ ഇടയിൽ, 0യുടെ -3യുടെയും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം പോസിറ്റീവ്, സെക്കൻഡ് ടേമിൽ നെഗറ്റീവ്, പിന്നെ -3യുടെ രണ്ടുപേരും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പേ തന്നെ നമുക്കൊരു ഇവിടെ ഒരു മെയിൻ കണ്ടീഷൻ വരുന്നുണ്ട്. കാരണം അടിയിൽ നമുക്ക് ഒരിക്കലും ഇത് വരാൻ പാടില്ല. ദാറ്റ് മീൻസ് എക്സ് അടിയിൽ 0 ആവാൻ പാടില്ലല്ലോ. അപ്പോൾ എക്സ് 2 ആവാൻ പാടില്ല, -2 ആവാൻ പാടില്ല എന്നുള്ള കാര്യം, അതാണ് ഏറ്റവും വലിയ കേസ്. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ചാളെ കേട്ടോ. എക്സ് 2 ആവാൻ പാടില്ല, -2 ആവാനും പാടില്ല. കാരണം 2 ആയിക്കഴിഞ്ഞാൽ 0 ആയിപ്പോവും, -2 ആയാലും 0 ആയിപ്പോവും. ഇനി അത് ഒഴിവാക്കി. ഇനി ഞാൻ എക്സ് കേസ് 1 എടുക്കുകയാണ്. എക്സ് 0-നേക്കാളും വലുത്. 0-നേക്കാളും വലുതുന്ന സമയത്ത് രണ്ടും പോസിറ്റീവാണ്. സോ എക്സ് +3 - 1 ഡിവൈഡഡ് ബൈ x - 2, that is x + 2 divided by x - 2, that is greater than or equal to 0. -2 2 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റാണോ നോക്കണം. ആദ്യം നമ്മളിത് കേസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസും ഇപ്പോൾ പറഞ്ഞ ആൻസറും എവിടെ നിന്ന് ഇടം വരെ ആയിരിക്കും പ്രോബ്ലം വരാൻ. അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് നമുക്ക് കിട്ടാൻ, ഇൻ്റർസെക്റ്റ് ചെയ്തതിനെ കിട്ടാൻ, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ, 2 ഇൻക്ലൂഡ് ചെയ്യാത്തത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ 2 ആകാൻ പാടില്ല. ഞാൻ ഇപ്പം തന്നെ ചെയ്തൊക്കെയാണ്. ലാസ്റ്റ് വൺ ഇൻ്റർസെക്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ദാറ്റ് ഈസ് 0യുടെയും -3യുടെയും ഇടയിലാണ്. -3 ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയാവുന്ന സമയത്ത് ഫസ്റ്റ് തോന് പോസിറ്റീവായിട്ട് ബ്രേക്ക് ആവും. ദാറ്റ് മീൻസ് എക്സ് + 2 വരും. സെക്കൻഡ് തോന് നെഗറ്റീവോടെ വരും. ദാറ്റ് മീൻസ് 2 - x എന്ന രീതിയിൽ വരും, റൈറ്റ്. 2 - x എന്ന രീതിയിൽ വരും. അപ്പോൾ ഞാൻ x - 2 ആക്കുന്ന സമയത്ത് ഇവിടെ ലെസ് ദാൻ or equal to 0 തലയിരിക്കും.
ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാണ്. ഓക്കെ, അന്നേരം നമുക്ക് ഈ പറഞ്ഞ ലൈനിൽ തന്നെ കിട്ടിയല്ലോ എവിടെ നിന്ന് ഇടം വരെയാണ്. ഒന്ന് -2 മുതൽ 2 വരെയാണ്. ശരി, അത് -3യും 3യുടെയും ഇടയിലാണ് ഇങ്ങനെ ഉണ്ടായത്. -3 0യുടെ ഇടയിലാണ് എക്സ് വേണ്ടത്. സോറി, നമുക്ക് കിട്ടിയത് -2യുടെയും 2യുടെയും ഇടയിലാണ്. സോറി, ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോമൺ എന്ന് പറഞ്ഞാൽ -2 മുതൽ 0 വരെയാണ് കോമൺ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കേസ് 2യുടെ ആൻസർ കിട്ടിയത് -2 മുതൽ 0 വരെയാണ്. ഓക്കെ, അപ്പം അതും ഇതും കൂടി അങ്ങോട്ട് യൂണിയൻ ചെയ്യാം. അപ്പം അതും ഇതും യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാം? ഒന്ന് 2 മുതൽ ഇൻഫിനിറ്റി വരെ, പിന്നെ ഒന്ന് -2 മുതൽ 0 വരെ. ഇത് അങ്ങോട്ട് യൂണിയൻ ചെയ്യുക, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂണിയൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഇത് ചെയ്തു. ഇതാണ് നമ്മുടെ, പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഗ്രാൻഡ് ഫാദർ കണ്ടീഷൻ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. -6 മുതൽ 3 വരെ ഒരു വാല്യൂ ആവാൻ പാടില്ല. അപ്പം -6 മുതൽ 3 വരെ ഒരു വാല്യൂ ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് -6 ഉണ്ട് ഇവിടെ, 3 ഇവിടെ ഉണ്ട്. 3 കുറച്ചുകൂടി ദൂരത്തായിട്ട് വരക്കാം, അന്നേരം അതിനിടയ്ക്ക് നമ്പേഴ്സ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. 3 ഇവിടെ ഉണ്ട്, -2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. നമ്മളിപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇവിടെ ഉണ്ട്. -2 മുതൽ 2 വരെയാണ്, റൈറ്റ്. പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ, അവരെന്ന് വെച്ചാൽ -6 മുതൽ 3 വരെ ആണ് ആ നമ്പേഴ്സ് വേണ്ടു. അപ്പം -6 മുതൽ ഇൻക്ലൂഡഡ് ആണ്, 3 വരെ ഇൻക്ലൂഡഡ് ആണ്, റൈറ്റ്. -6 മുതൽ, അപ്പം ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ? -2 മുതൽ 0 വരെ, റൈറ്റ്. പിന്നെ യൂണിയൻ 2 മുതൽ 3 വരെ. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്നോട് കേസ് 3യും കൂടി എടുക്കാൻ പറഞ്ഞു. ഒരു കേസ് 3യും കൂടി ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ -3നേക്കാളും അടിയിലോട്ടേക്കുള്ളത്. അപ്പോൾ അതും കൂടി യൂണിയൻ ചെയ്തിട്ടായിരുന്നു ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി യൂണിയൻ ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഡീജേഴ്സ് കിട്ടും. ആ ഇൻഡീജേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എസും ഇൻ്റർസെക്ഷൻ ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ടഫൊന്നും അല്ല, പക്ഷേ കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ആകെ നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ x², അതൊന്നും വേണ്ട. ഇവിടെയുള്ള ഈ പറഞ്ഞ ടേംസുകൾ, ഈ ലോഗിലെ ടേംസിനെ അതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ 3 log എന്തൊക്കെയോ സാധനം തന്നിട്ടുണ്ട്. നമുക്കറിയാം ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. ഇവിടെ 3 log 5 ആണെങ്കിൽ ഈ 5 ഇവിടെ പുറത്തോട്ടേക്ക് വരും. ഇതിപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. 5 പുറത്തോട്ടേക്ക് വരും, √log 5 താഴോട്ടേക്ക് വരും. 5 പുറത്തോട്ടേക്ക് വരും, 5 താഴോട്ടേക്ക് വരും, 3 ഈ സാധനമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ഡെറിവേഷൻ സഹിതം പഠിച്ചതാണ്. ഓക്കെ, അത് ലോഗിൻ്റെ ക്ലാസ്സിൽ. അപ്പം -5 √log 3⁵. ഓഹോ, ഇത് രണ്ട് സെയിം സാധനമല്ലേ, ക്യാൻസൽ ആയില്ല. അപ്പോൾ ഇത് രണ്ട് സെയിം സാധനമായിരുന്നു, അക്ഷരം ക്യാൻസൽ ആയിപ്പോയി. അപ്പം x² -5x എന്ന രീതിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള സാധനം നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇവിടെ മേ ബി എന്തെങ്കിലും ക്യാൻസൽ ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനത്തെ 2/3 കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ 5 log 3/5 റേസ് ടു 1 - 1/3 നോക്കി നോക്ക്. 1 - 3 2/3 ആവുന്നുണ്ട്. ശരി, 5 log 3⁵ ഹോൾ ഡിവൈഡഡ് ബൈ log, ഇത് പവറിലാട്ടോ, ലൈക്ക് കംപ്ലീറ്റ് സാധനം പവറിലാണ് കേട്ടോ. 5യുടെ log 3/5 1/3 എന്ന് എഴുതാം. ഇനി 5 നോക്കി, ശരിക്കും ഡെറിവേഷൻ്റെ ഉപയോഗം എന്താ നമ്മൾക്ക് ഇവിടെ നിന്നാണ് മനസ്സിലാവാൻ. 1/log 3/5 ഇതിൻ്റെ 1/3, റൈറ്റ്. ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 3 വരും. ഇവിടുന്ന് കറക്കാം, മീൻസ് റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ log 3/5 1/3. അപ്പം ഞാൻ ഈ ടേമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ആ ടേം തന്നെയല്ല ഈ ടേം. ഓഹോ, അപ്പോൾ രണ്ടും ക്യാൻസലായി പോയി, വീണ്ടും ക്യാൻസലായി. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. എന്താണ്? x² -5x +3. ഈ ടേം രണ്ടും സെയിം ആയിരുന്നു. അപ്പോൾ അത് +3 ആണോ? അല്ല, ഒരു -1 ഉണ്ടായിരുന്നു, അപ്പം -3 വരും. ഇനി ഇതങ്ങോട്ട് സോൾവ് ചെയ്യുക. ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് ആൽഫയും കിട്ടും ബീറ്റയും കിട്ടും. എന്നിട്ടോ അതിൻ്റെ റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ + 1/β, അതൊക്കെയാണ് റൂട്ട്സ് ആർ ആൽഫ + 1/β. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം. പിന്നെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ട്. എന്താണ് റൂട്ട്സിൻ്റെ, എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -b/a യും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് c/a നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ ഡെറിവേഷൻ.
ഇനി ഒരു ആൻറ്റി ലോഗിനെ പറ്റിയാണ്. ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗരിതത്തിന് നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഞാൻ ലോഗ് എക്സ് ടു ബേസ് എ, ഓക്കെ, അത് എഴുതി വെച്ചോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആൻറ്റി ലോഗ് ടു ബേസ് സെയിം എ ബേസ് കൊടുത്തിട്ട് അപ്പോൾ ഇത് അങ്ങോട്ട് ഘട്ടം വെറും എക്സ് മാത്രം ബാക്കി വരും. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ആൻറ്റി ലോഗിൻ്റെ സോൾവിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഈ പറഞ്ഞ സാധനത്തിനെ ടി എന്ന് വിളിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ലോഗ് എക്സ് ടു ബേസ് എ ദാറ്റ് ഈസ് ടി, ദാറ്റ് മീൻസ് എ റൈസ് ടു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയാം, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ആൻറ്റി ലോഗ് കൊടുക്കും. അപ്പോൾ ആൻറ്റി ലോഗ് ഈ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി എഴുതാണ്. ആൻറ്റി ലോഗ് എ ടു ദ ബേസ്, ഞാൻ ഈ സാധനത്തിന് ടി എന്നല്ല വിളിച്ചത്, ഈ സാധനത്തിന് ടി ഇസ് ഈക്വൽ ടു എക്സിന് എന്ത് വിളിക്കാം, എ റൈസ് ടു ടി എന്ന് വിളിക്കാം, റൈറ്റ്. അപ്പോൾ നോക്കി ഇവിടെ തന്നെ നമുക്ക് ഡെറിവേഷനായി. ആൻറ്റി ലോഗ് എന്തോ സാധനം, ആൻറ്റി ലോഗ് ബേസ് എ എന്തോ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേസ് റൈസ് ടു ടി ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ ആൻറ്റി ലോഗ് 32 റൈസ് ടു എന്തോ സാധനം, അപ്പോൾ ഞാൻ പറയും ബേസ് 32 റൈസ് ടു, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ 1/5 എന്ന് പറഞ്ഞാൽ 30 റൈസ് ടു 1/5 ദാറ്റ് ഇസ് 2, 2 റൈസ് ടു 2 ദാറ്റ് ഇസ് 4, അപ്പോൾ 4 ആണ് ഉത്തരം എന്നുള്ള മനസ്സിലായി. അതേപോലെ ഇതിൻ്റെ എന്താണ് 100 റൈസ് ടു 1/2 ദാറ്റ് ഇസ് 10, വളരെ സിമ്പിൾ. ആൻറ്റി ലോഗരിതം, അത് ആൻറ്റി ലോഗർ അത്രേ ഉള്ളൂ. ഇനി ക്യാരക്ടറിസ്റ്റിക് ആൻഡ് മാൻഡിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഗരിതത്തിൻ്റെ വാല്യൂ കിട്ടും. ലോഗരിതത്തിൻ്റെ ഒരു വാല്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ പവർ എന്നൊക്കെ കാര്യം അറിയാം. ഇപ്പോൾ നോക്കിയോ ലോഗ് 30 ടു ദ ബേസ് 2, അപ്പോൾ അതിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനത്തിന് ഞാൻ ആൽഫ എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് 2 റൈസ് ടു ആൽഫ ആണ് എന്ത് 30. ഇനി 30 ഒരു 2യുടെ പവറിൻ്റെ അടുത്തോട്ടേക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് 32യുടെ അടുത്ത് വരും, പിന്നെ എൻ്റെ ഓർമ്മയിൽ 16ൻ്റെ അടുത്ത് വരും. ദാറ്റ് മീൻസ് 2 റൈസ് ടു ആൽഫ ദാറ്റ് ഈസ് 2 റൈസ് ടു 5ൻ്റെയും 2 റൈസ് ടു 4ൻ്റെയും ഇടയിലാണെന്ന കാര്യം മനസ്സിലായി, റൈറ്റ്. ദാറ്റ് മീൻസ് ആൽഫ ഈസ് 5ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാല്യൂ ആണ്, ഈ വാല്യൂ 4ൻ്റെയും 5ൻ്റെയും ഇടയിലാണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് എന്തോ ഒരു എഫ് ആണല്ലേ, 4 പ്ലസ് എഫ് എന്തോ ഒരു എഫ് ആണ്. എഫിൻ്റെ വാല്യൂ 0 മുതൽ 1 വരെയാണ്, 0 ഇൻക്ലൂഡഡ് ആണ്. 0 ആണെങ്കിൽ എന്താണ് 4 എന്നായിരിക്കും വാല്യൂ. ദാറ്റ് മീൻസ് ഈ സാധനത്തിൻ്റെ വാല്യൂ 16 ഉണ്ടാവേണ്ടത്, പക്ഷേ 16 അല്ല, 4-നേക്കാളും എന്തോ ഒരു വലിയ വാല്യൂ. അപ്പോൾ ഒരു ലോഗരിതത്തിൻ്റെ വാല്യൂസിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഇൻഡിജർ പാർട്ടാണ്, ദാറ്റ് ഈസ് ഈ പറഞ്ഞ 4 എന്ന് പറഞ്ഞ പാർട്ട്, അതിന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കും. പറഞ്ഞാൽ എന്താണ് ഈ ഡെസിമൽ പോയിൻറ്റ് വാല്യൂസിൻ്റെ പാർട്ട് നമ്മൾ വിളിക്കും മാൻഡീസ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ, ജസ്റ്റ് അങ്ങനെ അറിഞ്ഞിരിക്കാനുള്ളൂ എന്താണ് മാൻഡീസും ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ഇവിടെ ഫൈൻഡ് ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എൻ സച്ച് ദാറ്റ് എൻ ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് 4, ക്യാരക്ടറിസ്റ്റിക് 4 ഉള്ളത്. അപ്പോൾ ഞാൻ ചങ്ങായി എന്ത് വിളിക്കും, എക്സ് എന്ന് വിളിക്കും. എന്താണ് ലോഗ് എൻ ടു ദ ബേസ് 3, അതിനെ എക്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ ചിന്തിച്ച് നോക്ക്, എൻ 243 3 റേസ് ടു 8 ദാറ്റ് ഈസ് 81ൻ്റെ ഇടയിൽ എന്നാലല്ലേ 4 ആവുള്ളൂ എന്ന് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ ഈ ഒരു ബേസിക് മെത്തേഡ് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് എൻ എന്ന് പറഞ്ഞാൽ അതെന്താണ് 3 റേസ് ടു എക്സ് ആണ്, റൈറ്റ്. സോറി, ഞാൻ ഇവിടെ ഗിവണായിട്ടുള്ള ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ലോഗ് 3 ടു ദ ബേസ് എൻ എന്ന് പറഞ്ഞാൽ അത് 4 പ്ലസ് എഫ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് 3 റേസ് ടു 4 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ അതാണ് എൻ. ഓക്കെ, അപ്പോൾ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂ 1 ആവും. ഞാൻ ഈക്വൽ ടു ഇടുന്നില്ല, 1 ആയാൽ ദാറ്റ് ഈസ് 3 റേസ് ടു 4ൻ്റെയും. ഓക്കെ, മിനിമം പോയി കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു മേ ബി എഫ് 0 ആവാം. അതെന്ന് പറഞ്ഞാൽ എന്താണ് 3 റേസ് ടു 4ൻ്റെയും ഇടയിലാവും. സോറി, ഇത് 3 റേസ് ടു 5ൻ്റെയും 3 റേസ് ടു 4. ദാറ്റ് മീൻസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി 243ൻ്റെയും അതേപോലെ 81ൻ്റെയും ഇടയിലാവും. അപ്പം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, 243 മൈനസ് 81 ഒന്നും ചെയ്യേണ്ടത്. ഇൻക്ലൂഡഡ് ഇതും ഇൻക്ലൂഡ് ആണ്. 243 ഇതും ഇൻക്ലൂഡ് ആണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇത് നോർമലായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി, കാരണം ഇവൻ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് നോർമലായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ. അപ്പോൾ ഇവിടെ ഗിവൺ ആയിട്ട് ഇൻഫോർമേഷൻ ആണ് ഇതാ. ഇങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ഒരുത്തൻ ഓപ്പൺ ആണെങ്കിൽ മൈനസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ അത്രയും നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ആ ഒരു ഇൻ്റർവെൽ ഉണ്ടാവും. ഇനി അതേപോലെ രണ്ടുപേരും ഓപ്പൺ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഒരുത്തനെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരെണ്ണം കുറക്കേണ്ടി വരും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വിച്ച് ഹാവ് ക്യാരക്ടറിസ്റ്റിക് 3 ഇഫ് ദി ബേസ് ഓഫ് ലോഗരിതം. ഓക്കെ, ലോഗ് ബേസ് 5 എൻ, അതിന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് എഫ് ആവുമല്ലോ. ശരി, എൻ അതെന്തെന്നാ 5 റേസ് ടു 3 പ്ലസ് എഫ്. അത് മാക്സിമം പോയാൽ മേ ബി 5 റേസ് ടു 4 ആവാം. മിനിമം പോയി കഴിഞ്ഞാൽ ഈ എഫിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താവും, 5 റേസ് ടു 3 ആവും. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 625 ആവാം. മിനിമം ഈക്വൽ ടു ആവാം കേട്ടോ, കാരണം 125 ആവാം, ബിക്കോസ് ഇവിടെ എഫിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെ ഇടയിലാണ്. അങ്ങനെ ആകുമ്പോൾ 625 മൈനസ് 125 എന്ന് പറഞ്ഞാൽ 500 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ. ദാറ്റ്സ് ഇറ്റ്.
വളരെ സിമ്പിൾ. ഇനി ഒരു സ്പെഷ്യൽ റെഫറൻസ് ആണ്, സ്പെഷ്യൽ റെഫറൻസ് log n to the base 10. അതിൽ മാത്രം മറക്കാം ബേസ് 10 ആവുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആദ്യം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രമേ ഈ സ്പെഷ്യൽ റെഫറൻസ് ആൾക്കാർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കാരണം ലെസ് ദാൻ 1 നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം n 1നെക്കാളും 1ൻ്റെയും 10ൻ്റെ ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ലോഗ് എടുക്കുകയാണ്. ഓക്കെ, ലോഗ് ടു ദ ബേസ് 10 എടുക്കുന്നത്, അതുകൊണ്ട് അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്നിൻ്റെ ഇനിക്വാളിറ്റി സൈന് മാറുന്നില്ല. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരി, ഇവിടുന്ന് എന്താ മനസ്സിലാവുന്നത്, ഈ പറഞ്ഞ വാല്യൂ log 10 to the base n വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ, ദാറ്റ് മീൻസ് 0 പ്ലസ് എഫ് എന്തോ ഒരു മാൻഡിസ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത 10ൻ്റെയും 100ൻ്റെയും ഇടയിൽ ഞാൻ ഒബ്സർവേഷൻ നോക്കാൻ പോകണം. ഇങ്ങനെ കുറച്ച് റെഫറൻസസ് നോക്കും, അതിനുശേഷം നമ്മൾ ഒബ്സർവേഷൻ ചെയ്യും, എന്നിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ്. ഇവിടെ നോക്കിക്കോ, 10ൻ്റെയും 100 നമ്മൾ ലോഗ് എടുക്കുക, ലോഗ് 10. അപ്പോൾ ഇവിടെ 1ഉം 1ൻ്റെയും 2ൻ്റെയും ഇടയിലാണ് വാല്യൂ കിട്ടി, 1ൻ്റെയും 2ൻ്റെയും വാല്യൂ, ദാറ്റ് മീൻസ് എന്തോ 1 പ്ലസ് എന്തോ ഒരു എഫ് ആയിരിക്കും അല്ലേ, ഈ പറഞ്ഞ log 10ൻ്റെ. ഈ 100ൻ്റെയും 1000ൻ്റെ ഇടയിലാണ് നമ്മൾ log 10 to base 10 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് വാല്യൂ, ദാറ്റ് മീൻസ് 2 പ്ലസ് എന്തോ ഒരു എഫ് ആയിരിക്കും ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ്. log 10 to base 95 പോയിൻറ്റ് ചില്ലറ എന്തായിരിക്കും ചോക്ക്. ഓക്കെ, 100 എത്തണ്ട, ദാറ്റ് മീൻസ് 2 എത്തണ്ട എന്നുള്ള കാര്യം മനസ്സിലായി. 100 എത്തിയിട്ട് 100 മുകളിലാണെങ്കിൽ 10⁻²യുടെ വാല്യൂ ആവണം അല്ലേ, ഇവിടെ പവറാണ് ചോദിക്കുന്നത്. അപ്പോൾ 2ൻ്റെ മുകളിൽ എത്തണ്ട. ശരി, എന്നാൽ 1ൻ്റെ താഴെ പോകണം, അപ്പോൾ 1നെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 1 പ്ലസ് എഫ് എന്ന രീതിയിൽ, കാരണം 1നെക്കാളും എന്ന് വെച്ചാൽ 10നെക്കാളും വലുതാണ്. ഇനി ഇവിടെ നോക്കിക്കോ, ഓക്കെ 1000 എത്തണ്ട, അതുകൊണ്ട് 10⁻³ വേണ്ട, 3ൻ്റെ വാല്യൂ വേണ്ട, പക്ഷേ 100നെക്കാളും വലുത്, അപ്പോൾ 2 പ്ലസ് എഫ് എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വാല്യൂ. കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റിന് മുമ്പേ ഉള്ള എത്രയോ വാല്യൂസ്, ഡെസിമൽ പോയിൻറ്റിന് മുമ്പേ ഉള്ള എത്ര വാല്യൂസ് നമ്മൾ log 10 to the base 10ൽ log n to the base 10, n എന്ന് പറഞ്ഞാൽ 1നെക്കാളും വലുതാണ്. കാരണം 1നെക്കാളും വലുതല്ലാത്ത നമ്പേഴ്സിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഒന്നുമില്ലേ, വെറും മാൻഡിസ് മാത്രമല്ല ബാക്കിയുള്ളൂ, ഡെസിമൽ പോയിൻറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചാലായിരിക്കും അത്രയും നമ്പർ ഓഫ് എന്തുണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡിജിറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്യാരക്ടറിസ്റ്റിക് ഡിജിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ 3 എണ്ണം, അപ്പോൾ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കുറക്കുക, ദാറ്റ് ഈസ് 2 ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. log 10 n to the base 10ൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ log n to the base, അപ്പോൾ 3 എണ്ണം ഉണ്ട്, 3 1 കുറച്ച് 2 ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ആണെങ്കിലോ 2 ഉണ്ട്, 1 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ 1 ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് മാൻഡിസ് നമുക്ക് കണ്ടെത്താൻ അടുത്ത ക്ലാസ് നോക്കാം. ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെ നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റൂ, ബേസ് 10 ആണ്, അപ്പോൾ അത് പോയിട്ട് 1 എന്ന് പറയരുത്, ഇനി ചിന്തിക്കണം. ഓക്കെ, 5³ വേണ്ട ആവശ്യമില്ല, 3 വേണ്ട ആവശ്യമില്ല, കാരണം 3 എന്ന് പറഞ്ഞാൽ 125. എന്നാൽ 5² വലുത്, ദാറ്റ് മീൻസ് 2 പ്ലസ് എന്തോ എഫ് ആണ്. അപ്പം ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് 2 എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി ലോഗരിതത്തിൻ്റെ ശക്തി കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ 2⁻100 ഇത്രയും സാധനം, പിന്നെ ഗിവൺ ദാറ്റ് ദിസ് തിങ്സ് വാല്യൂ ഇസ് ദിസ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2⁻100 ഞാൻ വിളിക്കും, എക്സ് എന്ന് വിളിക്കുക, അതാണ് നമ്മളത്തെ ബേസിക് പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യും, ലോഗ് എടുക്കുക. ലോഗ് എന്തായിരിക്കും ബേസ് എടുക്കുക, 10, കാരണം ഇത്ര നേരം പഠിച്ച 10ൻ്റെ കൺസെപ്റ്റാണ്. 10 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എത്രയാണെന്ന് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലോഗ് 100 ഇവിടെ വരും, 2 to the base 10 വരും, ഇസ് ഈക്വൽ ടു എക്സ് വരും, റൈറ്റ്. ചെറിയ മിസ്റ്റേക്ക് പറ്റുന്ന, 2 സൈഡും ലോഗ് എടുക്കണമായിരുന്നു. സോ ലോഗ് എക്സ് ടു ദ ബേസ് 10 ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നത് 0.3010, റൈറ്റ്. അപ്പം 100 × 0.3010 ചെയ്യുക, എത്ര കിട്ടും, 30.10 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ലോഗ് എക്സ് ടു ദ ബേസ് 10 എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എത്ര കിട്ടിയില്ല, 30 ആണ് അല്ലേ. ലോഗ് എന്തോ സാധനത്തിൻ്റെ ബേസ് 10, ക്യാരക്ടറിസ്റ്റിക്സ് 30 ആണ് കിട്ടിയിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് 30 കിട്ടുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഈ പറഞ്ഞ എക്സിൻ്റെ വാല്യൂ എന്നല്ല, എക്സിലുള്ള എന്താണ് പോയിൻറ്റ്സിൻ്റെ മുകളിൽ, ഡെസിമൽ പോയിൻറ്റിന് മുമ്പേ ഉള്ള എക്സിനുള്ള ഡിജിറ്റ്സ് ഉണ്ടാവുമല്ലോ, എക്സിൻ്റെ ഡെസിമൽ പോയിൻറ്റിന് മുമ്പേ ഉള്ള ഡിജിറ്റ്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ആ ഡിജിറ്റ്സിൽ നിന്ന് ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഡിജിറ്റ്സ് എത്ര ഡിജിറ്റ്സ് ഡെസിമൽ പോയിൻറ്റിന് മുമ്പേ ഞാൻ എടുത്ത് പറയുന്നില്ല, ഡിജിറ്റ്സിൽ നിന്ന് ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ 30 വരാം. കാരണം അതല്ല ഇത്ര നേരം ചെയ്തത്. നമുക്ക് എത്ര ക്യാരക്ടറിസ്റ്റിക്സിൽ എത്ര ഡിജിറ്റ്സ് നോക്കണമെങ്കിൽ ഇതാ 3 - 1 2, ഇവിടുന്നോ 2 - 1 1, ശരി, അതാണ് ഈ 30 വരാം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള നമ്പർ ഓഫ് എക്സിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 30 + 1, ദാറ്റ് ഈസ് 31 എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് 2⁻100 എന്നുള്ള ടേമിൽ 31, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ 2⁻100 എന്നാണ് അസ്യൂം ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ 2⁻100 എന്നുള്ള ടേമിൽ 31 ഡിജിറ്റ്സ് ഉണ്ടെന്ന കാര്യം.
അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, 2.5 റേസ് ടു 200 എന്ത് എക്സ് എന്ന് വിളിക്കാം, ലോഗ് എടുക്കാം. അപ്പോൾ 200 എന്താ ബേസ് 10 കേട്ടോ. ലോഗ് 2.5 ബേസ് 10 ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ബേസ് 10. നമുക്ക് ഇൻഫോർമേഷൻസ് ലോഗ് 2 3 ആണെന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ശരി ഒരു കാര്യം ചെയ്യാം. 200 ലോഗ് 5/2 ബേസ് 10 എടുക്കും. ഓക്കെ, that's a good idea. Is equal to log x to base 10. 200 5 base 10 minus log 2 base 10 is equal to log x to the base 10. ഫൈൻ. നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത് ആകെ log 2ടെയും log 3യുടെയും വരെ. ഇപ്പോൾ 5 വീണ്ടും വന്ന് 5 ഞാൻ അങ്ങനെ എഴുതാൻ പറ്റും. 10/2 5 ആയിട്ട് എഴുതുന്നതിന് തിരക്കുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ 10/2 5 ആയിട്ട് എഴുതും. That means 200 into log 10/2 10 is equal to log 2 to the base 10. CK 200 into എന്ത് ചെയ്യും, log 10 that is 1 minus log 2 to the base 10 minus log 2 to the base 10. That means 200 1 minus 2 log to the base 10 എത്രയായിരുന്നു വാല്യൂ? 0.3010. So yes, 2 into 0.3010 is equal to log x to the base 10, right? ഇത്ര ഇൻഫോർമേഷൻസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ലാസ്റ്റ് എന്താ കിട്ടിയത്? 200 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്തോ 79.6 ചില്ലറ കിട്ടുന്നത്. ഓക്കെ, അതാണ് ലോഗ് എക്സ് ടു ദ ബേസ് 10. എക്സ് എന്ന് പറയുന്ന സാധനത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടെത്താൻ പറ്റുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ 79 മാൻഡിസ വന്നിട്ടുണ്ടെങ്കിൽ 79 മാൻഡിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇതിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേക്കുള്ള ഇതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നിന്ന് ഒരെണ്ണം കുറച്ചപ്പോഴാണ് 79 വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയായിരുന്നു? അത് 80 ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് നമ്പർ ഓഫ് ഇൻറ്റിഗ്രൽ വാല്യൂസ് ഓഫ് n. n എന്ന് പറഞ്ഞാൽ അത് ആൽഫ പ്ലസ് ബീറ്റ 1 ആണ്. ശരി, ഓക്കെ. അപ്പോൾ പറയുന്നത് വെച്ചാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ അത് 0നെ 1. ദാറ്റ് മീൻസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മാൻറ്റിസിയാണ്, ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് n വരുന്നത് ഓക്കെ നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ വാല്യൂസ്. ഇപ്പോൾ ഞാൻ പറയും ലോഗ് 3 ടു ദ ബേസ് n. ഓക്കെ, അത് ആൽഫ 1 ആണ് പോലും. ആൽഫ 1 പ്ലസ് ബീറ്റ 1. ഓക്കെ, ആ മീൻസ് n ഏതൊക്കെ റേഞ്ച്, n എവിടെ നിന്നുള്ള എവിടം വരെയാണ് എന്നുള്ള റേഞ്ചാണ്. ദാറ്റ് മീൻസ് n ഇസ് ഈക്വൽ ടു 3 റേസ് ടു ആൽഫ 1 പ്ലസ് ബീറ്റ 1. ഇതിൻ്റെ മാക്സിമം വാല്യൂ കൂടിപ്പോയാൽ ആൽഫ 1 പ്ലസ് 1. ഇപ്പോൾ ആൽഫ 4 ആണ് കൊടുത്തിട്ട്. ദാറ്റ് മീൻസ് 4 + 1 മേ ബി 5 ആവാം. കുറഞ്ഞു പോയാൽ ഈക്വൽ ടു ആവാം 3 റേസ് ടു 3 ആവാം. ദാറ്റ് മീൻസ് n എന്തിൻ്റെ ഏരിയയിലാണ്? 3 റേസ് ടു കേട്ടോ. 3 റേസ് ടു 5 ദാറ്റ് ഈസ് 243യുടെയും 27ൻ്റെ ഇടയിലാണ്. വാല്യൂ കണ്ടെത്തിക്കോളി. ഇൻറ്റഗ്രൽ വാല്യൂസ് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. അതേപോലെ സിമിലർലി തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണിത്. ഓക്കെ, നമ്മൾ മെല്ലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്ക് പോകണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്നാൽ പി ഓഫ് എക്സ് എന്താ a0 × x റേസ് ടു n - n, എന്നിട്ട് അടുത്ത വേറെ എന്തോ b0 × x റേസ് ടു n - 1. ഇങ്ങനെ കോർണർ പോകും. ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ടൈമിലെത്തും. പിന്നെ a0 നോട്ട് ഈക്വൽ ടു 0. എന്തുകൊണ്ട് a0 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറയും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എന്താ ഡിഗ്രി n എന്ന് പറയും. അന്നേരം a0 അഥവാ 0 ആയി കഴിഞ്ഞാൽ ഡിഗ്രി ആക്ച്വലി n - 1 ആവല്ലേ ചെയ്യുക. അപ്പോൾ അതൊരു എന്താ പറയുക, അവിടെ ഒരു കൺസെപ്റ്റുവൽ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലേ. അപ്പോൾ a0 0 അല്ല നമ്മൾ ഉറപ്പിച്ച് വെച്ചു. കാരണം നമ്മൾ പറയും ആദ്യം ഡിഗ്രി n ആണെന്ന് പറയും, പക്ഷേ a0 0. അപ്പോൾ ഇത് 0 പോയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേമേ ഇല്ല. ഇങ്ങനത്തെ ഒരു ടേം ഇല്ലാത്ത ടേമിൻ്റെ പേരിലാണ് ഞാൻ n ഡിഗ്രി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് a0 0 ആവാൻ പാടില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. a0 0 ആവാൻ പാടില്ല. a0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ലീഡിങ് കോഫിഷ്യൻറ്റ്. ഏറ്റവും വലിയ പവർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളത് ലീഡിങ് കോഫിഷ്യൻ്റ് ആയിരിക്കും. ആ ഒരു കോഫിഷ്യൻറ്റ് n എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം. ഇവനെയാണ് കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ, ലീഡിങ് കോഫിഷ്യൻറ്റ് അത് 1 ആണെങ്കിൽ നമ്മൾ പറയും അതൊരു മോണിക് പോളിനോമിയലാണ്. ലീഡിങ് കോഫിഷ്യൻറ്റ് ഈ ചങ്ങായി ഒരു 1 ആണെങ്കിൽ നമുക്ക് പറയാൻ മോണിക്കൽ പോളിനോമിയലാണ്. ഇനി പോളിനോമിയൽ ഓൾ പവേഴ്സ്. ഓക്കെ, പോളിനോമിയലുള്ള എല്ലാ പവേഴ്സും അത് ഹോൾ നമ്പേഴ്സ് ആവണം. ദാറ്റ് മീൻസ് 0 1 2 അതൊക്കെ ആവാം. പക്ഷേ എന്ന് വെച്ചാൽ 1/2 3/2 -4/5 അങ്ങനത്തെ ഒന്നും പാടില്ല കേട്ടോ. അതൊക്കെ മണ്ടത്തരാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. പോളിനോമിയൽ ആണല്ലോ. ദിസ് ഇസ് പോളിനോമിയൽ. ഡിഗ്രി ഏതാ? മാക്സിമം 7. പോളിനോമിയൽ ആണല്ലോ എല്ലാം. എന്തുകൊണ്ടാണ് പോളിനോമിയൽ? ബിക്കോസ് x റേസ് ടു -1. ഞാൻ പറഞ്ഞു ഇത് ഹോൾ നമ്പർ ആണ് പവർ. ദാറ്റ്സ് സോ ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. പോളിനോമിയൽ ആണല്ലോ. ഓ e റേസ് ടു x. ഓ നോട്ട് എ പോളിനോമിയൽ. പോയി. അതെ, നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടൈപ്സ് ഓഫ് പോളിനോമിയൽ. 0 പോളിനോമിയൽ. 0ന് എന്തുകൊണ്ട് എങ്ങനെ പോളിനോമിയൽ എന്ന് വിളിക്കുക? അതെങ്ങനെ വിളിക്കും?
നമ്മൾ പറയും ഓക്കെ ശരി, എന്താ നമ്മളെ കോൺസ്റ്റൻറ്റ് ടേം എന്തോ ആവാമല്ലോ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് റൈസ് ടു 5. അപ്പോൾ കോൺസ്റ്റൻറ്റ് പിന്നെ കോൺസ്റ്റൻറ്റ് എ നോട്ട് ഇൻറ്റു എക്സ് റൈസ് ടു 5 ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പക്ഷേ 0 വാല്യൂ വരാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഒരു പോളിനോമിയലാണ്. അതിൻ്റെ ഡിഗ്രി നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി എക്സ് റൈസ് ടു 5 0 മൾട്ടിപ്ലൈ എക്സ് റൈസ് ടു 4 0 മൾട്ടിപ്ലൈ. അപ്പോൾ ഡിഗ്രി നമുക്ക് അൺഡിഫൈൻഡാണ്. ഇനി അടുത്ത് നോക്കിക്കോ, ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ 7, അതിനെങ്ങനെ എഴുതാൻ പറ്റും? എക്സ് റൈസ് ടു 0 ഇൻറ്റു 7 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് 7 എക്സ് റൈസ് ടു 0 ഇൻറ്റു 8 എന്ന് എഴുതിക്കൂടെ? ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. 8 എന്ന വരാം, 7 എന്ന വാല്യൂ വരാം, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? എക്സിൻ്റെ മാക്സിമം 1 വാല്യൂ 0 ആയിരിക്കും. എക്സ് സ്ക്വയർ അങ്ങോട്ടായാലും പണിപാടും. അപ്പോൾ മാക്സിമം വാല്യൂ 0 ആയിരിക്കും. സോ മാക്സിമം വാല്യൂ 0, ദാറ്റ് മീൻസ് ഡിഗ്രി 0. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ എക്സിൻ്റെ പവറിൽ ഏറ്റവും മാക്സിമം ദാറ്റ് ഈസ് 1 ആയിരിക്കും. എക്സ് പ്ലസ് ബി നമ്മൾ എപ്പോഴും പറയുന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന രീതിയിൽ കുറേ സാധനങ്ങൾ വരുന്നത്. പിന്നെ ക്യൂബിക് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന രീതിയിൽ വരുന്നത്. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽ ഓഫ് ഓൾജിബ്ര പോളിനോമിയൽ ഡിഗ്രി ഷാൽ ബി എക്സാക്ട്ലി n റൂട്ട്സ്. ഓക്കെ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ചങ്ങയ്ക്ക് എത്ര റൂട്ട്സ് ഉണ്ട്? ചങ്ങനെ ഡിഗ്രി എത്ര? 1. അപ്പോൾ ഒരു ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് ഒരു റൂട്ടേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഈ ചങ്ങായിക്ക് എത്ര റൂട്ട്സ് ഉണ്ട്? ഈ ചങ്ങായിൻ്റെ ഡിഗ്രി എത്രയാണ്? അത് 2. ദാറ്റ് മീൻസ് 2 റൂട്ട് ഉണ്ട്. അപ്പുറം ഇപ്പുറം ചിന്തിക്കാറ് സൊല്യൂഷനും റൂട്ടും തമ്മിൽ വ്യത്യാസം ഉള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇയാൾ എത്ര ഡിഗ്രി എത്ര? 3. ദാറ്റ് മീൻസ് 3 റൂട്ട് ഉണ്ട്. കഴിഞ്ഞ് വേറെ വർത്താനൊന്നുമില്ല. ഇനി ഇയാളുടെ എത്ര സൊല്യൂഷൻസ് ഉണ്ട്? അല്ല, ആദ്യം എത്ര റൂട്ട്സ് ഉണ്ട്? ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എക്സ് റൈസ് ടു 4 പറഞ്ഞിട്ട് എന്തെല്ലോ സാധനം കിട്ടും. അപ്പോൾ ഡിഗ്രി 4 കിട്ടാൻ. ദാറ്റ് മീൻസ് 4 റൂട്ട്സ് എന്നുള്ള കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ജസ്റ്റ് ബുദ്ധി വെച്ച് വിടും. ഇവിടെ എക്സ് ക്യൂബ് വരും, പിന്നെ ഇവിടെ സ്ക്വയർ. അപ്പോൾ എക്സ് റൈസ് ടു 4 വരും. അപ്പോൾ മാക്സിമം എക്സ് റൈസ് ടു 4 ആണ്. അന്നേരം നമുക്ക് പറയാൻ പറ്റും 4 റൂട്ട്സ് ഉണ്ട്. 4 റൂട്ട്സ് ഒക്കെ ആരൊക്കെയാണ്? ഈ ചങ്ങായി 0 വന്നത് 1 പിന്നെ 2. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് തോന്നിയ ദിവസം എഴുതിന് 3 പ്രാവശ്യം 1 എഴുതിനല്ലോ എന്ന്. അതാ പറയുന്നത് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ടത്തരായ കാര്യമാണ്. റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂബ് ഉള്ളത് കൊണ്ട് 1 3 പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഇവിടെ 2 ഒന്നേ ഉള്ളൂ. എക്സറൈസ് ഇത് ഒന്നേ ഉള്ളൂ. അപ്പം 2 ഒറ്റൊന്നേ വരും. അപ്പം 4 റൂട്ട്സ് തികയ്ക്കാൻ വേണ്ടി ഇതൊക്കെയേ ഉള്ളൂ. പക്ഷേ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്പറ്റീഷൻ്റെ ഒരു ആവശ്യമില്ല. ആകെ x 1ഉം 2 ആണ് സൊല്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സൊല്യൂഷൻസ് റൂട്ട്സ് തമ്മിൽ നല്ല വ്യത്യാസം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇതിൽ 3 സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്താണ് റൂട്ട്സ്? ആദ്യം സ്ക്വയർ പിന്നെ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 6 ആവും. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 5, പിന്നെ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 6. അപ്പോൾ മാക്സിമം ഡിഗ്രി 6 ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട്സ് 6 ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആരൊക്കെയാണ് റൂട്ട്സ്? ഒന്ന് 2 പ്ലസ് അയോട്ട ഒരു പ്രാവശ്യം, പിന്നെ അയോട്ട 2 പ്രാവശ്യം ഉണ്ട്, പിന്നെ 2 3. ഇതൊക്കെയാണ് റൂട്ട്സ്. പക്ഷേ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെപ്രീഷൻ ഇല്ലാണ്ട് എന്ന് വെച്ചാൽ 2 പ്ലസ് അയോട്ട വരും, പിന്നെ ഒരൊറ്റ അയോട്ട, പിന്നെ ഒറ്റ 2. ഇത് 3 സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ഇനി ഒരു ക്വാഡ്രാറ്റിക്കിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കിന് ആദ്യത്തെ പരിപാടിയാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ? എന്നൊരു എക്സ് സ്ക്വയർ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കത്തെ ഫസ്റ്റത്തെ ലീഡിങ് കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ അത് 1 ആക്കുക. ദാറ്റ് മീൻസ് മോണിക് പോളിനോമിയൽസ് ആക്കി മാറ്റുക ഏത് ക്വാഡ്രാറ്റിക് ആയാലും. അതങ്ങനെ 1 ആക്കുക. ഇപ്പം ഇവിടെ 2 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1 ആവില്ലേ? ആ പരിപാടി ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ബി ഉണ്ടല്ലോ ആ ബീനെ പകുതി ആക്കുക. ആ പകുതിയുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ആഡും ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബിയുടെ പകുതി അതിൻ്റെ സാധനം ആഡ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ +6 അവിടെ ഉണ്ട് സൈഡിൽ. കാരണം ആഡ് ചെയ്ത സാധനം നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ വ്യത്യാസം വരാൻ പാടില്ല. അത് തന്നെ. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കോളൂ. ഈ സാധനത്തിന് കറക്റ്റാണ്. നമ്മൾ ചെയ്ത് നോക്കാം എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ. ബിക്കോസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ കറക്റ്റാണ്. അപ്പോൾ എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ. പിന്നെ ബാക്കിയുള്ള സാധനം ചെയ്തിട്ട് -24 ഉള്ളത്. അപ്പോൾ ഇതാണ് എന്ത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സാർ എന്താ എക്സ് ഇതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക്. നമ്മൾ എന്ത് ചെയ്ത് ആദ്യം മോണിക് പോളിനോമിയൽസ് ആക്കി. ദാറ്റ് മീൻസ് എല്ലാം എക്സ് സ്ക്വയർ പ്ലസ് bx/a പ്ലസ് c/a = 0 ആക്കി. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് അങ്ങനെ അപ്ലൈ ചെയ്തു. എന്താണ് b/2a ഹോൾ സ്ക്വയർ ആഡും ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ b/2a ഹോൾ സ്ക്വയർ ആഡും ചെയ്തും സബ്ട്രാക്റ്റും ചെയ്തു. അങ്ങനെ നമുക്ക് ഈ സാധനത്തിന് എന്ത് വിളിക്കാൻ പറ്റും? എക്സ് പ്ലസ് b/2a ഹോൾ സ്ക്വയർ മൈനസ് ഇതെന്താ സാധനം 2c മൈനസ് 2c മൈനസ് ബി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2a. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
എനിവേസ് ഇതെന്താ ബാക്കി സാധനം നോക്കി നോക്കുക. ആ സാധനം നമുക്ക് റൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എന്ന രീതി കിട്ടി. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂസ് എങ്ങനെ നമുക്ക് കിട്ടും, ഇങ്ങനെ ലാസ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾ റൂട്ട് എടുക്കും. റൂട്ട് എടുക്കുന്ന സമയം ഇവിടെ പ്ലസ് ഓർ മൈനസ് വരും. അപ്പം റൂട്ട് എടുക്കുന്ന സമയം പ്ലസ് ഓർ മൈനസ് വരും. അത് ഇത് സാധനം റൈറ്റോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മളെ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന ഇക്വേഷൻ ആയിട്ടുള്ള എന്ത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. അപ്പോൾ ഇത് ഈ ആക്ച്വലി ഇക്വേഷൻ എവിടെ നിന്ന് വന്നെയാണ്, നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് നിന്ന് വന്നെയാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി രണ്ട് റൂട്ട്സ് നമ്മൾ മനസ്സിലായി. ആൽഫ ഒന്ന് പ്ലസ് വരുമ്പോൾ ഒന്ന് മൈനസ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. പിന്നെ സം ഓഫ് ദി റൂട്ട്സുകൾ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. അന്നേരം എന്താ കിട്ടുക, അന്നേരം ആക്ച്വലി കിട്ടാൻ -b/a. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക്കത്തെ ഈ ഒരു ടേം ബൈ എ. ഓക്കെ, അതേപോലെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്താ കിട്ടുക, c/a. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a. സി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡ് ബൈ എ. ഓക്കെ, അതൊന്നും ചെയ്താൽ കിട്ടും. അത്രയേ ഉള്ളൂ, ഡൺ. ഇനി ഈ ഡി എന്ന് പറഞ്ഞ സാധനം, ഈ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമെൻറ്റ് എന്ന് വിളിക്കുകയാണ്. കാരണം വെച്ചാൽ ഡിസ്ക്രിമെൻറ്റ് അഥവാ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിയൽ റൂട്ട്സ് കിട്ടുള്ളൂ. ലെസ് ദാൻ 0 ആണെങ്കിൽ അയോട്ടൊക്കെ വരും. ഓക്കെ, ഡിസ്ക്രിമെൻറ്റ് നമ്മളോട് ചോദിക്കാൻ എന്താണ്, റൂട്ട്സ് ആർ ഡിസ്ക്രിമെൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, റൂട്ട്സ് ആൻഡ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അതെന്തുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അന്നേരം ആ ഡിസ്ക്രിമെൻറ്റ് കംപ്ലീറ്റ് 0. അന്നേരം പ്ലസ് ഓർ മൈനസ് ആ സാധനം വെക്കുന്ന കാര്യമില്ല. അപ്പോൾ രണ്ട് റൂട്ട്സ് ഉണ്ടാവും, ഒറ്റ റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒറ്റ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറയണം എന്താണ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയണം. ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് ഒക്കെ എന്താണ് റിയൽ ആണ്, എന്നാൽ ഒറ്റൊരു ഇതേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താ ഇത്രയും ഇൻഫോർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കഴിഞ്ഞു.